അപ്പൊ കൂട്ടാതെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറും 2 മുട്ടയും 1 കപ്പ് റവയും കൊണ്ട് നമ്മൾ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് ചായക്കടിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് എളുപ്പത്തിൽ കൂടുതൽ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നമ്മൾ ചായ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ കൂട്ടാരെ. അപ്പൊ ഇത് എങ്ങനെ ചെയ്ത് നമുക്ക് കണ്ടാലോ? അതിനും എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളെ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് മറക്കല്ലേ കൂട്ടാരെ. അപ്പൊ കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിനകത്തോട് ഇടാൻ പോണെന്ന് പറഞ്ഞാൽ നമ്മൾ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്താണ് അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടുന്ന പറഞ്ഞാൽ 1 കപ്പ് റവയാണ്. റവ ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് പകരം പാലൊഴിച്ചാലും മതി. നമുക്ക് ദോശമാവിന്റെ ആ ഒരു പരുവത്തിലാക്കി എടുക്കണം. നമ്മൾ കോരി ഒഴിക്കുന്ന രീതി. വേണ്ട, ഈ ഒരു പരുവ മതി നമുക്ക്. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പൊ തന്നെ നമുക്ക് ചെയ്യാം. അടുത്ത് നമ്മൾ ഒരു ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് മതി കേട്ടോ, തോനെയൊന്നും ഒഴിക്കണ്ട. ശകലച്ച് ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ സ്പൂണും ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പൊ കണ്ടത് നമ്മളതാ എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം. നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് കണക്കെല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പൊ ഏകദേശം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ ആയിട്ടുണ്ട്. ഇത് കണക്ക് തന്നെ മൊത്തത്തിൽ നമുക്കൊന്ന് ചെയ്തെടുത്ത്. അപ്പൊ കൂട്ടുകാരെ എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.